ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ ലീവിലാണ് കേട്ടോ, അതുകൊണ്ട് നാട്ടിൽ വന്നിട്ടാണ് ഉള്ളത്. വീട്ടിൽ വന്ന സ്ഥിതിക്ക് വിജൃംഭിച്ച ചില കാഴ്ചകൾ നിങ്ങളെ കാണിക്കാതെ വയ്യ. വല്ല പാമ്പായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട, നേരെ വരുന്നു, വാഴയിൽ കയറുന്നു, തവളേനെ വിഴുങ്ങുന്നു. വാട്ട് എ വണ്ടർഫുൾ ലൈഫ്. കാശ്മീരിൽ ഒരു തവണ പുറത്ത് പോകുമ്പോൾ തന്നെ 3 ഉടുപ്പിടേണ്ടതുകൊണ്ട് കുറേ ഡ്രസ്സ് കഴുകാനുണ്ട്. കൊച്ചിയിൽ നിന്ന് നേരെ അതും കെട്ടിപ്പേറി കാറിലിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് എല്ലാം ഒന്ന് വൃത്തിയിൽ വിശദമായിട്ട് അലക്കി ഉണക്കി തേച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടുത്തെ വീട്ടിൽ അമ്മയില്ല, പക്ഷേ അമ്മയും അപ്പയും അമ്മച്ചി അപ്പച്ചനും ഒക്കെ കൂടെ ആയിട്ട് ഒരപ്പായുണ്ട്. അപ്പായാണ് ഓൾ ഇൻ ഓൾ. നാട്ടിലെ വെക്കേഷനൊക്കെ വളരെ സ്മൂത്തല്ലേ? കൊച്ചിനെ നോക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അത് വലിയൊരു ആശ്വാസമാണ്. നമുക്ക് ഈ കൊച്ചിൻ്റെ അടുത്ത് നിന്നൊരു ബ്രേക്ക് കിട്ടേണ്ടത് ഒരു വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയും. എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ദിവസത്തിൽ 24 മണിക്കൂറും മാതൃത്വം തുളുമ്പി നിൽക്കുന്ന ഒരു ഹൃദയമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഞാനൊരു മൂദേവിയാകും. എൻ്റെ പ്രഗ്നൻസി ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഇവരും റോട്ടിൽ കൂടെ പോകുന്നവരൊക്കെ നമ്മളെ ഉപദേശിക്കുമല്ലോ. അങ്ങനെ കിട്ടിയ ഒരു ഉപദേശം, മെയിനായിട്ടുള്ളൊരു ഉപദേശമാണ്, നമ്മൾ മാറാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് മദർഹുഡ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നീ മാറണം, കംപ്ലീറ്റ്ലി മാറണം, അഴിച്ച് പണിയണം. ഞാനൊരു മദറായി കഴിഞ്ഞപ്പോഴേ ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ മാറാൻ വില്ലിങ് ആയാൽ ഞാൻ എത്രത്തോളം മാറുന്നോ അത്രത്തോളം എനിക്കും കുഞ്ഞിനും സന്തോഷമായിട്ടിരിക്കാൻ പറ്റും, എനിക്ക് മദർഹുഡ് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷെ അതിലൊരു തിരുത്തുണ്ട്. ഇപ്പം ഞാൻ ഇത്രയും എൻ്റെ മദർഹുഡിൽ ബാറ്റിൽ ചെയ്ത് ഇത്രയും എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാനല്ലായിരുന്നു മാറേണ്ടിയിരുന്നത്, എൻ്റെ ചുറ്റുമുള്ളവരായിരുന്നു മാറേണ്ടിയിരുന്നത്. എൻ്റെ പാർട്ട്ണർ, ഞാനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ഇവരെല്ലാവരുമാണ് മാറേണ്ടത് എനിക്ക് വേണ്ടി. ഞാളെ ചെറിയ ബുദ്ധി തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് ദിവസം നാട്ടിലുണ്ടാവും.